ആദിയിൽ ലോകം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു. പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികളുണ്ടായി. പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി. പിന്നെയാണ് മനുഷ്യനുണ്ടായത്. ഏറ്റവും ഒടുവിൽ മാലാഖമാരുണ്ടായി. ഏറ്റവും ഒടുവിൽ കുട്ടികളെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇലാമപ്പഴം പോലെ ചെറുത്. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം. തെറ്റ്. ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്. വിഡ്ഢിത്തം. ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെക്കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അരുത്, കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത്. ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല, കാഴ്ച കൂടിയുണ്ട്. അവിശ്വാസികൾക്ക് ഈ ലോകത്തിടമില്ല. ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നു. നീ ആര്? രഘുരാമൻ, സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. അറിവില്ലാത്തത് നിഷേധിക്കുന്നവൻ അഹങ്കാരി. പഴമാരും കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. ഇലാമ പഴമാരി കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. അതാരും കഴിക്കരുത്. അത് വിട്ട്